السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറഞ്ഞു. മൗഇദത്തൻ ബലീഗത്തൻ വജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഫത്ത് മിൻഹൽ ഉയൂൻ. ഹൃദയങ്ങൾക്ക് ഭയപ്പാട് വരുന്ന, കണ്ണീരൊലിക്കുന്ന തരത്തിലുള്ള ആ ഉപദേശം കേട്ടിട്ട് കണ്ണീരൊലിച്ചു പോയി, ഹൃദയങ്ങൾ പിടച്ചുപോയി. അങ്ങനത്തെ ഒരു ഉപദേശമാണ് റസൂലുള്ളാഹി ഞങ്ങളോട് ചെയ്തത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ ഫഔസിന. ഇത് യാത്ര ചോദിക്കുന്നവൻ്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളോട് തങ്ങൾ വസിയ്യത്ത് ചെയ്യണം. തങ്ങളുടെ വിട പറയുന്നതിനുള്ള ഒരു ഉപദേശം പോലെയാണല്ലോ ഞങ്ങൾക്കത് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഊസീകും ബി തഖ്വല്ലാഹ്, അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹിനെ പേടിച്ച് ജീവിച്ച് നടക്കണം, അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം. വസ്സംഇ വത്താഅ, കേട്ട് അനുസരിക്കുകയും വേണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, ഒരു എത്യോപ്യക്കാരനായ ഒരു അടിമയാണ് നിങ്ങൾക്ക് അമീറായി വരുന്നതെങ്കിൽ എങ്കിലും അവരെ നിങ്ങൾ അനുസരിക്കണം. ആരധികാരത്തിൽ വന്നാലും അവരെ അനുസരിക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നത്. വഇന്നഹു മൻ യഇശ് മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഭിന്നതകൾ അവന് കാണാൻ കഴിയും. പല അഭിപ്രായക്കാരും പല വാദഗതിക്കാരെയും അവനക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ ശേഷം ഭരണാധികാരികളായി വന്ന സന്മാർഗികളായ ഖുലഫാക്കളുടെ മാർഗം അതും നിങ്ങൾ പിൻപറ്റണം, മുറുകെ പിടിക്കണം. അള്ളൂ അലൈഹാ ബിൻ നവാജിദി, മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആക്കി പറയാണ്. അള്ളൂ അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ലുകളെ കൊണ്ട് അത് നിങ്ങൾ കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ശ്രദ്ധിക്കണം പുതുതായി വരുന്ന കാര്യങ്ങളെ, അനാചാരങ്ങളെ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എന്തുകൊണ്ട് തീർച്ചയായും എല്ലാ പുതിയ വാദങ്ങളും ളലാലത്തുൻ, അത് പിഴവുകേടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? എന്തെല്ലാം വാദഗതിക്കാരാണ്! ദീനിൻ്റെ വിഷയത്തിൽ എന്തെല്ലാം മാറ്റിത്തിരുത്തലുകളോട് സംഭവിച്ചു, എന്തെല്ലാം ബാധിക്കുന്നു ജനങ്ങൾ. ഈ സമയത്ത് നമ്മൾ എന്ത് വേണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വസിയ്യത്ത് ചെയ്യുന്നത്. ഈ ആഖിർ സമാനിൽ ഒരുപാട് ഭിന്നതകൾ നമ്മൾ കാണും. ആ സമയത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക,
എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. ഇതാണ് നിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വസിയ്യത്ത് ചെയ്യുന്നത്. വേറൊരു ഹദീസിൽ കാണാം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, എൻ്റെ ഉമ്മത്തുകൾ മുഴുവനും സ്വർഗത്ത് കടക്കും. ഇല്ലാ മൻ അബാ, അതിന് തടസ്സം നിന്നവരൊഴികെ, സ്വർഗത്തിൽ കടക്കാൻ തടസ്സം നിന്നവനൊഴികെ. ഖീല വമൻ യഅ്ബാ യാ റസൂലല്ലാഹ്, ആരാണ് അള്ളാഹിൻ്റെ റസൂലെ തടസ്സം നിൽക്കുക? അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നു, മൻ അത്വാഅനീ ദഖലൽ ജന്ന വമൻ അസാനീ ഫഖദ് അബാ. വല്ലവനും എന്നെ വഴിപ്പെട്ടാൽ അവൻ സ്വർഗത്ത് കടന്നു, എനിക്കാരെങ്കിലും എതിര് ചെയ്താൽ ഫഖദ് അബാ, അവനാണ് സ്വർഗത്ത് കടക്കുന്നതിന് തടസ്സം നിന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ വഴിപ്പെട്ടാൽ സ്വർഗത്ത് കടക്കുക, എതിര് ചെയ്താലോ സ്വർഗത്തിൽ നിന്ന് കടക്കാൻ പറ്റൂല. പിന്നെ എവിടേക്കാ പോവുക? നരകത്ത് പോകേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക. ഏത് വിഷയത്തിലും റസൂലുള്ളാഹിയുടെ മാർഗമുണ്ട്, മാതൃകയുണ്ട്. ലിക്കുല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫി റസൂൽ വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റസൂലിൽ നല്ല ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയതാണ്. എല്ലാ വിഷയത്തിലും ഒരാളെയും നമ്മൾ റോൾ മോഡലാക്കേണ്ട കാര്യമില്ല. എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ്. ഇവിടെ മാതൃക കാണിച്ച് ഇവിടെ 63 കൊല്ലം ജീവിച്ച് ഇവിടുന്ന് വഫാത്തായി പോയവരാണ്. അത് തുറന്നൊരു പുസ്തകമാണ്. അവിടുത്തെ ജീവിതങ്ങൾ എങ്ങനെയാണ് അവർ ജീവിച്ചത്, ഏത് രൂപത്തിലാണ് നടന്നത്, ഏത് രൂപത്തിലാണ് പിന്നെ അനക്കമെങ്ങനെ, അടക്കമെങ്ങനെ, നടത്തമെങ്ങനെ, എല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. തുറന്ന പുസ്തകമാണ്. പക്ഷെ ആ ജീവിതം നമ്മൾ പഠിക്കണം. ആ ജീവിതം നമ്മൾ പഠിക്കുന്നില്ല, അതാണ് നമ്മൾ കുഴപ്പം. പഠിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നുമില്ല. ഇതാണിപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ചില ചെറുപ്പക്കാരുടെ ദേഹത്തിലേക്ക് നോക്കിയാൽ അവരെ വേഷഭൂഷാദികൾ കാണുമ്പോൾ അവർ കൽബിൻ്റെ അകത്ത് ആരോ വേറെ ആരൊക്കെയോ പൂജിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ മുടിവെട്ട് കണ്ടാൽ, അവരുടെ ഡ്രസ്സിങ് കണ്ടാൽ, ഇങ്ങനെ അവരുടെ രൂപഭാവങ്ങൾ കാണുമ്പോൾ അവർ വേറെ ആരൊക്കെയോ അവൻ്റെ കൽബിൻ്റെ അകത്ത് പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടമൊക്കെ പോയി, മഹബത്തൊക്കെ പോയി, ആരാധനയായി മാറിയിരിക്കുകയാണ്. ആരൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്? ഏതെങ്കിലും ഒരുത്തന് രംഗത്ത് വരുമ്പോൾ അവനെ ആരാധിക്കുകയാണ്. തൊപ്പി എന്ന് പറഞ്ഞൊരു വേണ്ടാത്തരൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ആരാധിച്ച് പൂജിച്ച് അവൻ വരുമ്പോൾ അവിടെ വന്നിട്ട് ജനങ്ങളെ അവൻ്റെ കൈയൊന്ന് ചുംബിക്കാനുള്ള തിരക്ക് കൂട്ടൽ, അവനൊന്ന് കാണാനുള്ള തിരക്ക് കൂട്ടൽ, എന്തൊക്കെയാണ് ഇന്ന് സമുദായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമാ നടൻ വരണമെന്ന് കേട്ടാൽ അവിടെ പിന്നെ അങ്ങോട്ട് ജനങ്ങളെ ഒഴുക്കായി അവനൊന്ന് ആ സുന്ദരമായ മുഖം ഒന്ന് കാണാൻ വേണ്ടി. കാരണം എന്തുകൊണ്ടാണ്? അവരൊക്കെ നമ്മൾ കൽബിൻ്റെ അകത്ത് സ്ഥാപിച്ചു കാണും. നമ്മുടെ കൽബിൻ്റെ അകത്ത് അവരൊക്കെയാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവരോടുള്ള മഹബത്തും ആരാധനയും വെച്ച് പുലർത്തുമ്പോൾ പിന്നെ അവരെവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് പോയി കാണണമെന്ന് ആഗ്രഹം വരികയാണ്. അവരെന്താണ്, എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത് അതുപോലെ ധരിക്കണമെന്ന് വരികയാണ്. അവരെങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടക്കണം. അവരെങ്ങനെയാണ് മുടി വെട്ടിയത് അതുപോലെ വെട്ടണം. സുഹൃത്തുക്കളെ, ഇപ്പോൾ അധികരിച്ച് വരുന്ന നമ്മുടെ സമുദായത്തിലാണ് കൂടുതലെന്ന് തോന്നുന്നു. മുടി വെട്ടിയ തലമുറക്കാണ് നോക്കിയാൽ എന്ത് സൗന്ദര്യമാണ്. ഒരു സൗന്ദര്യം നമ്മൾ കാണുന്നില്ല. 2 ഭാഗങ്ങൾ ചെത്തിയിട്ട്, ചുറ്റുഭാഗം ചെത്തിയിട്ട് സെൻറ്ററിൽ നിർത്തുക. മരം കൊത്തി എന്ന് തന്നെ ഒരു കിളിയുണ്ട്, ഒരു പക്ഷി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഗൾഫാണെന്ന് കാണുന്നതാണ് മരം കൊത്തി. അതിൻ്റെ അവസ്ഥ എന്താണ്? അതിൻ്റെ ആ നെറുവിൽ കുറച്ച് മുടി ഉണ്ടാവും.
മറ്റുള്ളിടത്തൊക്കെ മുടിയില്ലാത്തൊരവസ്ഥയാണ് ഇത് കണ്ടാൽ. അതേ രൂപത്തിലാക്കി വെക്കുക തല. ആ 2 ഭാഗമാണ് ചുറ്റുഭാഗമാണ് ചെത്തിയിട്ട് ബാക്കി കുറച്ച് ഭാഗം അവിടെ വെക്കുക. ഈ ഒരു സ്വഭാവം ഇത് ആരുടെ സുന്നത്താണ്? നമ്മൾ ചിന്തിച്ച് നോക്കുകയാണ്. ഇത് ആരുടെ സുന്നത്താണിത്? ഇതാണോ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത്? ഇത് ഏതെങ്കിലും നടന്മാർ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. അതുപോലെ നമ്മളും ചെയ്യുക. അതിൽ സൗന്ദര്യം ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു സൗന്ദര്യം നമ്മൾ നോക്കിയിട്ട് കാണില്ല. മുഖത്ത് നോക്കാൻ തന്നെ അറപ്പ് വന്നു. അപ്പം എന്താണ് അവരെ മനസ്സിൻ്റെ അകത്ത് കയറ്റി വെച്ച ആ താരങ്ങളെ അനുകരിക്കുക എന്നുള്ളതാണ് ഇപ്പം അതുകൊണ്ട്. എന്നാൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹിൻ്റെ റസൂൽ വിരോധിച്ചൊരു കാര്യമാണത്. അതെങ്ങനെ അള്ളാഹിൻ്റെ റസൂലിനെ മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ നമ്മൾ ചെയ്യുക? കുറച്ച് ഭാഗം കളഞ്ഞ് മറ്റു ഭാഗം ബാക്കി വെക്കുക എന്നുള്ളത് റസൂൽ വിരോധിച്ച കാര്യമാണ്. റസൂൽ പറഞ്ഞു ഒന്നെങ്കിലും മുഴുവൻ കളിയുക, അല്ലെങ്കിൽ മുഴുവൻ വെക്കുക, വളർത്ത മുടി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ സുന്നത്ത് നമ്മൾ പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അതിന് പ്രേരകമാകണം നമ്മളെ ഈ നബിദിനാഘോഷങ്ങളെല്ലാം. അതുപോലെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ഇനിയും പറയണം. കാരണം അതൊരു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയേ നീട്ടിക്കൊണ്ടു പോകുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ വളരെ സുന്നത്ത് പാലിക്കുന്നതിൽ വളരെ പിന്നോക്കമാണ്. ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താമെങ്കിൽ ഒരു പ്രയാസമില്ലാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അല്ലാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷം കൊണ്ട് നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. നിൻ്റെ ഹബീബിൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അതിനായി ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിൻ്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്കും പല രോഗങ്ങളുണ്ട്. നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫലസ്തീൻ ജനത വലിയ വിഷമത്തിലാണ് റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.